നേരത്തെ സണുവിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് കുറച്ച് വേരിയേഷൻസ് ഒക്കെ കാണുവാനായിട്ട് സാധിച്ചത് കൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ടെസ്റ്റിങ്ങിന് വേണ്ടി എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് വരുവാനായിട്ട് അവിടെ നിന്നും വിളിക്കുകയാണ്. സണുവും വർക്കെല്ലാം തന്നെ ചെയ്ത് തീർത്തതിന് ശേഷം അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലൗസ് ഒക്കെ കാണുമ്പോഴത്തേക്കും അത് നേരത്തെ ജയൂൺ മേടിച്ചു കൊടുത്തതായത് കൊണ്ട് തന്നെ അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ സൺവുവും ജിയോനെ കോൾ ചെയ്യുകയാണ്. നേരത്തെ ഒരു കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്യിക്കുവാനായിട്ട് സൺവുവിന്റെ അടുത്ത് അവൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു കോൺട്രാക്ട് തിരിച്ചു വന്ന് മേടിച്ചുകൊണ്ട് പോയിക്കോ, ഞാൻ നിനക്ക് അഡ്രസ് ഒക്കെ തരുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് അവനും പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അവൻ അവളെ മിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു എക്സ്ക്യൂസ് ഒക്കെ ഉണ്ടാക്കിയതാണെന്നുള്ള കാര്യം അവൾക്ക് നന്നായി തന്നെ മനസ്സിലാകുന്നുണ്ട്. ഞാൻ നൈറ്റ് ഒരു മൂവിയൊക്കെ കാണുവാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോൺട്രാക്ട് ഒക്കെ തരികയായിരുന്നെങ്കിൽ എനിക്ക് ആ മൂവിക്കും പോകാമായിരുന്നു എന്ന് ജൂൺ പറയുമ്പോഴത്തേക്കും അവനും എന്നാൽ നമുക്ക് ഒന്നിച്ച് മൂവിക്ക് പോകാമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് മൂവിക്കും പോകുന്നു. ഈ ഒരു സമയത്ത് ചെയറിന്റെ ഇടയ്ക്കുണ്ടായിരുന്ന ഹാൻഡില് പൊങ്ങിയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ജയൂണും അത് താത്തി വെക്കുവാനായിട്ട് കൂട്ടാക്കുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒന്നിച്ചിരുന്ന് മൂവിയും കാണുന്നു. ഇപ്പോൾ ബോസും ഹസ്ബൻഡിന്റെ ഒപ്പം ഇരുന്ന് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുകയാണ്. ഈ ഒരു സമയത്ത് ബോസും കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. എന്റെ ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആള് ഓഫീസിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ഫോളോ ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല എന്നും അതുപോലെ തന്നെ എന്റെ അടുത്ത് പേടി തോന്നുന്നു എന്നും പറഞ്ഞതിന് ശേഷം അവള് രാജിവെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഞാൻ നിന്നെ കാണുവാനായിട്ട് വീട്ടിലേക്ക് വന്ന സമയത്ത് നിനക്ക് പകരമായിട്ട് നിന്റെ മകനെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നതെന്നെല്ലാം തന്നെ ബോസും പറയുന്നു. സണുവും സൊക്ചുവും ഇപ്പോഴും കാണാറുണ്ടല്ലേ? എന്തായാലും സൊക്ചു ആയിരിക്കുമല്ലോ സണുവിനെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടാവുക. സണുവിനെ സ്നേഹിക്കുവാനായിട്ട് ഞാൻ നിന്നോട് പറയിക്കില്ല, പക്ഷേ നീ അവനെ ഒരുപാട് വെറുക്കുവാനായിട്ട് പാടില്ല എന്ന് ഹസ്ബൻഡ് പറയുമ്പോഴത്തേക്കും നിന്നെ പോലെ ആയിരുന്നു സണുവു എങ്കിൽ ഉറപ്പായിട്ടും ഞാനും അവനെ സ്നേഹിക്കുമായിരുന്നു. പക്ഷെ അവന്റെ ക്യാരക്ടർ വ്യത്യസ്തമായതുകൊണ്ട് മാത്രമാണ് ഞാനും അവന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ബോസും പറയുന്നു. പിന്നീട് ഹസ്ബൻഡ് ഉണ്ടാക്കിയ ഫുഡെല്ലാം തന്നെ കഴിച്ചു ബോസും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ സൺവൂവും ചെയ്യോണും കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്ന മൂവിനെ കുറിച്ച് ഡിസ്കസ് ഒക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിക്കുകയാണ്. ആ ഒരു ഫിലിമിലും ചൈൽഡ് ആക്ട്രസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ആക്ടിങ് എല്ലാം തന്നെ കണ്ട സമയത്ത് താനും തന്റെ പഴയ ആ ഒരു കാലമായിരുന്നു ആലോചിച്ചിട്ടുണ്ടായിരുന്നെന്ന് സൺവു പറയുമ്പോഴത്തേക്കും ഇപ്പോഴാണെങ്കിൽ പോലും നീയും ടേറിനും ഒന്നിച്ച് ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പോലും നിന്റെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങളെല്ലാം തന്നെ ഓർമ്മ വരാറുണ്ടെന്ന് എനിക്ക് നന്നായി തന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ പണ്ട് നടന്ന മറ്റൊരു സംഭവത്തെ കുറിച്ച് കൂടി അവളും പറയുന്നു. അതായത് പണ്ട് ടി.വി. ഷോ ഒക്കെ നടക്കുന്ന സമയത്ത് സണു ഒരുപാട് ഫേമസ് ആയിരുന്നല്ലോ. അങ്ങനെ ഇരിക്കെ ടി.വി. ഷോയിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾ ട്രെയിനിങ് ചെയ്യുവാനായിട്ട് എത്തിയ അതേ സ്ഥലത്ത് ജയൂണും എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്തായിരുന്നു ജയൂണും സണുവും ആദ്യമായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതും. പിന്നീട് സണുവിന്റെ അടുത്തുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കാരണം അവളും അവളുടെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം തന്നെ കൂട്ടിവെച്ചിട്ട് അവനും ഒരു ബൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനും ആ ഒരു ബൊക്കെ എല്ലാം തന്നെ കളഞ്ഞതിന് ശേഷം നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ഒന്നുമല്ല, ഈ ഒരു ബൊക്കയുടെ ആവശ്യമൊന്നും തന്നെ എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ നമ്മൾ രണ്ടുപേരും ഒരേ അക്കാഡമിയിലൊക്കെ ആയിരുന്നു ആക്ടിംഗ് ഒക്കെ പഠിക്കുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നെന്ന് അവൾ പറയുമ്പോഴത്തേക്കും അവൻ അതിനെക്കുറിച്ച് ഒന്നും തന്നെ ഓർക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി കുറേയധികം ഓർമ്മകളൊക്കെ എന്റെ ഉള്ളിൽ നിന്നും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്ന് അവൻ പറയുമ്പോഴത്തേക്കും അവളും അതെല്ലാം തന്നെ മനസ്സിലാക്കുവാനായിട്ട് തയ്യാറായിരുന്നു. എനിക്ക് നിന്നെ പണ്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ പണമൊക്കെ കൂട്ടിവെച്ച് നിനക്ക് മേടിച്ചു തന്നിട്ടുണ്ടായിരുന്ന ബൊക്കെ നീ കളഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നിന്റെ അടുത്ത് എനിക്ക് ദേഷ്യമൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ ഡയറിയിൽ നിന്നെക്കുറിച്ച് മോശമായിട്ടൊക്കെ എഴുതി പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവള് പറയുമ്പോഴത്തേക്കും അന്ന് അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഒന്നും തന്നെ അവന് കിട്ടിയില്ലല്ലോ. സോ ഈ ഒരു സമയത്ത് ആ ശിക്ഷ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാണെന്ന് അവനും അറിയിക്കുന്നു. ആദ്യം അവൻ അവന്റെ ചുണ്ടിലായിട്ട് ആ ഒരു ശിക്ഷ ഏറ്റുവാങ്ങുവാനായിട്ട് തയ്യാറാണെന്ന് പറയുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ അവൾ അവനെ കിസ് ചെയ്യുമായിരിക്കുമെന്നൊക്കെയാണ് അവൻ വിചാരിക്കുന്നത്. പക്ഷെ അവളും ശരിക്കും ഇടിക്കുവാനായിട്ട് പോവുകയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവനും എന്നാൽ എന്റെ വയറ്റിൽ തന്നാ മതി എന്ന് പറയുന്നു. ഇപ്പോൾ അവന്റെ വയറ്റിനിട്ട് നല്ലൊരു ഇടിയൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ജയൂണും ഇരിക്കുന്നത്. ജയൂണിന് വീട് വരെ പോകേണ്ടിയിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ സണു കാറൊക്കെ ആയിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നതും. അങ്ങനെ അവളുടെ വീടിന് മുമ്പിലായിട്ട് അവളെ ഇറക്കി വിട്ടതിന് ശേഷം അവൾ പോകുമ്പോഴത്തേക്കും അവൾക്ക് മറ്റൊരു ബൊക്കയും അതുപോലെ തന്നെ നേരത്തെ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു എഗ്രിമെന്റും അവനും കൊടുത്തയക്കുന്നു. നേരത്തെ അവനും അവളുടെ ബൊക്കയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതിനൊരു പ്രായശ്ചിത്തം എന്ന രീതിക്ക് ഇത് മേടിക്കണമെന്നാണ് അവൻ പറയുന്നത് പോലും. നീ നിലവിൽ ആരെയും ഡേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്കൊന്നിച്ച് ഡേറ്റിങ്ങിന് പോയാലോ എന്ന് സൺവൂ അവളുടെ അടുത്തായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നീ എന്നെ പ്രപ്പോസ് ചെയ്ത കാര്യമെല്ലാം തന്നെ മറക്കുവാനായിട്ട് ഞാൻ തയ്യാറാണ്, നമുക്കും പഴയതുപോലെ തന്നെ ഇരിക്കാമെന്ന് അവളും അറിയിക്കുന്നു. സോ അവനും ഇപ്പോൾ തിരികെ പോകുന്നു. ടേറിനും ചെയ്യണം ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജോലിയൊക്കെ അങ്ങ് നിർത്തിയാലോ എന്ന് ടേറിനും ചോദിക്കുന്നു. നീ എന്ത് തീരുമാനം എടുക്കണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാനും അതെല്ലാം തന്നെ ചെയ്ത് നിന്റെ കൂടെ ഉണ്ടാക്കുവാനായിട്ട് തയ്യാറാണെന്ന് ജയൂണും അറിയിക്കുകയാണ്. എങ്കിൽ പോലും ടേറൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ തമാശയായിട്ട് മാത്രമേ ജയൂൺ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ.
അന്നത്തെ ദിവസം മഴ ഉണ്ടായിരുന്നെങ്കിൽ പോലും ടേറിനും തന്നെ വീട്ടിലേക്ക് കൊണ്ടേ ആക്കണ്ട എന്നും ഓഫീസിൽ ഇറക്കി വിട്ടാൽ മതിയെന്നും ആവശ്യപ്പെടുന്നു. അങ്ങനെ ടേറിനെ ഓഫീസിലേക്ക് ഇറക്കി വിട്ടിട്ട് ചേണും ഓഫീസിൽ നിൽക്കുന്ന സമയത്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സോക്ചുവിനെയും അവൾ കാണുന്നത്. സോക്ചുവിന്റെ അടുത്തായിട്ടും ടെറിൻ അവിടെ ഒറ്റയ്ക്കിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ നീ അവളെ ഒന്ന് വീട്ടിലൊക്കെ കൊണ്ട് ആക്കിയേക്കെന്ന് പറഞ്ഞ് ജയൂണും പോകുന്നു. ഈ ഒരു സമയത്ത് ഒറ്റയ്ക്കിരിക്കുന്ന ടെറിന്റെ അടുത്തൊരു കമ്പനിയൊക്കെ കൊടുക്കുവാനായിട്ട് സൊക്ചു കൂടി കൂടെ ഇരിക്കുകയാണ്. സൊക്ചുവിനെ കണ്ടിട്ടുണ്ടായിരുന്ന ടെറിനും ഇപ്പോൾ അവന്റെ അടുത്ത് നിന്നൊരു സിഗരറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് പണ്ടത്തെ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുന്നു. ടെറിൻ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ എല്ലാവരും തന്നെ ടെറിനെ തന്നെയായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുവാനായിട്ട് പോലും സാധിക്കാതെ ഇപ്പോൾ റൂഫ് ടോപ്പിലൊക്കെ എത്തിയിട്ട് അവിടെ നിന്ന് താഴേക്കൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു അവളും. അപ്പോഴായിരുന്നു ബോസിന്റെ അടുത്തു നിന്നും ഒരു കോൾ വന്നത്. അവൾ ഇതുപോലെ ഫുഡൊക്കെ കഴിക്കാതിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ബോസും എന്റെ മകനും അതേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അവനോട് നിനക്ക് ഫുഡ് കൊണ്ടുവന്ന് തരുവാനായിട്ട് പറയാമെന്ന് ബോസും പറയുന്നു. പക്ഷെ അവളും അതിന്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അവൾ വീണ്ടും റൂഫ് ടോപ്പിന്റെ സൈഡിലൊക്കെ പോയി നിൽക്കുന്ന സമയത്തായിരുന്നു സൊക്ചിന്റെ ഒരു അനൗൺസ്മെന്റ് അവൾ കേട്ടിട്ടുണ്ടായിരുന്നത്. പുതിയൊരു സ്കൂൾ യൂണിഫോം ഒക്കെ വരുന്നതുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റ് ആയിരുന്നു അത്. ആ ഒരു സൗണ്ട് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്ന അവൾക്കും അവന്റെ സൗണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. പിന്നീട് അവൾ വീണ്ടും താഴേക്ക് നോക്കുന്ന സമയത്ത് അവൾ സ്ലിപ്പായി താഴേക്ക് വീഴുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ജെയൂൺ ഓടിപ്പോയി അവളെ രക്ഷിക്കുകയാണ്. പുതിയ യൂണിഫോം ഒക്കെ സ്കൂളിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു യൂണിഫോം പ്രൊമോഷൻ എന്ന രീതിക്ക് ടയറിനും സോക്ചുവിനുമായിരുന്നു ഇടുവാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചെയ്യുണും അതിനെക്കുറിച്ചെല്ലാം തന്നെ സംസാരിച്ചിട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കെ സോക്ചു അവളുടെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കുമാണ് താൻ തേടി നടന്നിട്ടുണ്ടായിരുന്ന ശബ്ദം അത് സോക്ചുവിന്റേതാണെന്ന് അവളും മനസ്സിലാക്കുന്നത്. കൂടാതെ അവനും അവളോട് കസേരയിൽ ഇരിക്കുവാനായിട്ട് പറയുമ്പോഴത്തേക്കും തൊട്ടടുത്തായിരിക്കും കസേര എന്ന് വിചാരിച്ച് അവളും ഇരിക്കുവാനായിട്ട് തുടങ്ങുന്നു. ഈ ഒരു സമയത്ത് അവൾ വീഴുവാൻ തുടങ്ങുമ്പോഴത്തേക്കും അവൻ തന്നെ ആയിരുന്നു അവളെ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നതും. അങ്ങനെയിരിക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തിട്ടുണ്ടായിരുന്ന അവളും ഇപ്പോൾ അവന്റെ കണ്ണടയൊക്കെ എടുത്ത് കണ്ണിൽ വെച്ചതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് അവന്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നു. അവനും നോക്കാതെ തന്നെ ലവ്ലി ആയിട്ടുണ്ട് എന്നാണ് മറുപടി പറയുന്നത്. പിന്നീട് അവരും സംസാരിച്ചിരിക്കുന്നു. നീ ഇപ്പോൾ ഒറ്റയ്ക്കല്ലേ, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ട് ആക്കട്ടെ എന്ന് സൊക്ചു ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ജയൂൺ ആയിരിക്കും അവനോട് അങ്ങനെ ചോദിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക എന്നെല്ലാം തന്നെ അവൾക്ക് നന്നായി തന്നെ അറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ തനിയെ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞ് ക്യാബ് ബുക്ക് ചെയ്തതെല്ലാം തന്നെ അവളും കാണിച്ചു കൊടുക്കുന്നു. കൂടാതെ അവന്റെ കണ്ണട തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അവന്റെ വിരലിൽ തൊട്ടിട്ടുണ്ടായിരുന്ന അവളും അവന്റെ കൈയൊക്കെ തണുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ എത്രയും വേഗം വീട്ടിലേക്ക് പോകുവാനായിട്ട് നോക്കുവാനായിട്ട് കൂടി പറഞ്ഞതിന് ശേഷമാണ് അവളും പോകുന്നത്. അങ്ങനെ ഇരിക്കെ അവൾ പോയതിനു ശേഷം അവനും പണ്ട് നടന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഓർക്കുന്നു. അതായത് അവനും ടെറിനും ഒന്നിച്ച് നിന്ന സമയത്ത് ടെറിന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് അവളുടെ മുടി കെട്ടിക്കൊടുക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഫ്രണ്ട്സിന്റെ അടുത്തായിട്ടും നിങ്ങൾ അവൾ സെലിബ്രിറ്റി ആയതുകൊണ്ടല്ലേ ഇങ്ങനെ എല്ലാം തന്നെ അവളുടെ അടുത്ത് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ ഫ്രണ്ട്സിനെയും പറഞ്ഞയച്ചു. യഥാർത്ഥത്തിൽ അവരുടെ ഫ്രണ്ട്സ് ആണെന്നൊക്കെ തന്നെ ടൈറിൻ പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിലുള്ള ഫ്രണ്ട്സ് ഒന്നും തന്നെ ഇങ്ങനെയല്ല. അവരെല്ലാവരും തന്നെ നിന്റെ സെർവൻസ് ആയിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. നിനക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്തു തരുവാനായിട്ട് പോലും അവർ തയ്യാറാണ്. നീയും അവരെ ആ ഒരു രീതിക്ക് മാത്രമാണ് കാണുന്നതെന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് അന്ന് ടാറിനെ അവന് കുറ്റപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം തന്നെ ഓർത്തിട്ടുണ്ടായിരുന്ന അവനും അന്ന് ടെറിന്റെ അടുത്ത് അങ്ങനെ ഒന്നും തന്നെ സംസാരിക്കുവാനായിട്ട് പാടില്ലായിരുന്നു എന്നും ഓർക്കുന്നു. സോക്ചോ വീണ്ടും വെഹിക്കിൾ ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഓഫീസിൽ എത്തിയതായിരുന്നു. അവനും ടെസ്റ്റിൽ തോറ്റുപോയെന്നുള്ള രീതിക്കുള്ള പേപ്പർ എല്ലാം തന്നെ അവനും ലഭിച്ചു. അങ്ങനെ അവൻ പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നേരത്തെ അവന്റെ കൂടെ ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്ന ആളും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരും പരസ്പരം സംസാരിക്കുന്നു. നിനക്ക് ജോലിയൊന്നും ഇല്ലാത്തതല്ലേ? അതുകൊണ്ടല്ലേ നീ എപ്പോഴും ഇങ്ങനെ ഇതിലേം അതിലെയൊക്കെ തന്നെ നടക്കുന്നത്? അതേസമയം എനിക്ക് ജോലിയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ടൈമിൽ മാത്രമേ എനിക്ക് ഓരോ ഇടത്തും എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സോക്ചു തന്നെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അയാളെയും ഓഫീസിൽ നിന്ന് വിളിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അയാളും അടുത്ത തവണ കാണുമ്പോഴത്തേക്കും സംസാരിക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ പോകുന്നു.